സദാചാര ഗുണ്ടായിസം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വളരെ പോപ്പുലറായ ഒരു വാക്കാണ്. അത്തരം നിരവധി സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാണും പെണ്ണും അവിടെ ഒരുമിച്ചിരിക്കുകയോ, സുഹൃത്തുക്കളായിരിക്കാം, ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ മോശമായ പ്രവൃത്തി ചെയ്തു, ഞങ്ങൾ കാണാൻ പാടില്ലാത്തത് കണ്ടു എന്നൊക്കെ പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാർ പൊതുവെ വന്ന് പ്രശ്നമുണ്ടാക്കുന്നതിനാണ് നമ്മൾ സദാചാര ഗുണ്ടായിസം എന്ന് പറയുക. പക്ഷെ അതിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യം, ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ള ആൾക്കാരൊക്കെ ഒരു ടിപ്പിക്കൽ പ്രായത്തിന് മുകളിലുള്ള ആൾക്കാരായിരിക്കും. അല്ല, നമ്മൾ അമ്മാവന്മാർ, തന്തവൈബ് എന്നൊക്കെ പറയുന്ന ഒരു ഏജ് കാറ്റഗറിപ്പെട്ട ആൾക്കാരായിരിക്കും. പക്ഷെ ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഉണ്ടായ ഒരു സംഭവത്തിൽ, അതിൽ ആ ഒരു സദാചാര ഗുണ്ടായിസത്തിൽ, സദാചാര ആക്രമണത്തിൽ കുറച്ച് വ്യത്യസ്തതകളുണ്ട്. ഈ ഒരു ഞാൻ ഇങ്ങനെ മോശമായ പ്രവൃത്തി ഇവർ ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞത് ഒരു 20-22 വയസ്സ് പ്രായമുള്ള ഒരു യുവതിയാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി കൊടുത്തിട്ടുമുണ്ട്. ആ ഒരു ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വല്ലാണ്ട് വൈറലായി. എന്താണ് ശരിക്കും കൊട്ടാരക്കരയിലെ ഈ ഒരു വൈറൽ വീഡിയോയ്ക്ക് പിന്നിലെ സത്യം? ഇപ്പോൾ ഒരു കേസിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? ഈ നന്ദന സിനിമയിലെ ക്ലൈമാക്സ് പോലെയാണ്. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് കൊട്ടാരക്കരയിലെ സംഭവം. യഥാർത്ഥത്തിൽ നിസ്സാരമായൊരു വിഷയമാണ്. അത് രണ്ടുപേരും പരസ്പരം സംസാരിച്ച് പരിഹരിക്കാവുന്ന ഒരു വിഷയമായിരുന്നു. നമ്മുടെ ഒരു കുഴപ്പം, ഈ ഒരു തെറ്റ് പറ്റിപ്പോയാൽ അത് തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാലും അതിനെ നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു പ്രയാസം ഉണ്ട്. അതായത് ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു മാനസികാവസ്ഥയുണ്ട്. ഇവിടെ ഒടനാവട്ട സ്വദേശി വിമൽ ബാബുവും ഭാര്യ ആനും, ഇവർ രണ്ടുപേരുമാണ് ആ കാറിൽ ഉണ്ടായിരുന്നത്. ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമായിരുന്നു. ആശുപത്രിയിൽ പോയിട്ട്, അതിൽ മാത്രമല്ല ഈ വിമൽ ബാബുവിൻ്റെയും അച്ഛനും അമ്മയും ഇവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന സമയത്ത് ഇയാൾക്ക് തളർച്ച ഉണ്ടാകും, ക്ഷീണം തോന്നിയപ്പോൾ കാറ് ഒതുക്കി വിശ്രമിക്കുന്നു. നമുക്ക് പൊതുവെ ഇപ്പം നമുക്കറിയാം, നമുക്ക് ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നുള്ള കാരണം കൊണ്ട് ധാരാളം അപകടങ്ങൾ, ഇപ്പോഴെന്നല്ല നേരത്തെയും സംഭവിക്കുന്നുണ്ട്, ധാരാളം അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഉപദേശം, മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത വകുപ്പ് കൊടുക്കുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങൾ വണ്ടി ഒതുക്കി ക്ഷീണം വരുമ്പോൾ ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക, വിശ്രമിച്ചതിന് ശേഷം നിങ്ങൾ യാത്ര തുടരുക എന്നുള്ളതാണ്. ഇത് വയ്യാത്ത ഒരാളാണ്, ഇപ്പോൾ BP ലോ ആകുന്ന ഒരാളാണ്. BP ലോ ആകുമ്പോഴുള്ള പ്രശ്നം നമുക്കറിയാം, BP ലോ ആയിട്ടുള്ള ആളുകൾക്കറിയാം. ഇത് സ്ഥിരം ഇപ്പോൾ ഉപ്പിട്ട കഞ്ഞിവെള്ളമോ നാരങ്ങ വെള്ളമോ കുടിച്ചാൽ ചിലപ്പം ചില സമയത്ത് അത് മാറണമെന്നില്ല. അത് ഹോസ്പിറ്റലിൽ തന്നെ പോയി ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ മാറുള്ളൂ. അപ്പോൾ അയാളും അങ്ങനെ പോയി തിരികെ വരികയാണ്. ഭാര്യയും ഭർത്താവുമാണ്. കാർ ഒതുക്കി വിശ്രമിക്കുന്ന സമയത്ത് തളർച്ചയുള്ളത് കൊണ്ട് അയാളുടെ സ്വന്തം ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഈ യുവതി ഇത് കാണുന്നത്. യുവതി പറയുന്നത്, ഞാൻ കണ്ടു മോനെ, കണ്ട പരിപാടിയൊക്കെ ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. എന്ത് കണ്ടു എന്ന് മാത്രം പറയുന്നില്ല. അപ്പൊ ഇത് വിമൽ ബാബു പറയുന്നുണ്ട്, ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടക്കുക. നമ്മുടെ ഒരു മനോഭാവത്തിന്റെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. ഒരാള് ഇങ്ങനെ അടുത്തിരുന്നാൽ, ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ കാലം മാറി, ആണും പെണ്ണും സൗഹൃദത്തിലുള്ളൊരു കാലമാണ്. അപ്പോൾ അവർ ഒരുമിച്ച് കാണുമ്പോൾ ചിലപ്പം ആലിംഗനം ചെയ്യും, ചേർന്നിരിക്കും, കൈകൾ കൂട്ടിപ്പിടിക്കുന്നു വിചാരിച്ച ഉടനെ അവർ വേറൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. അത് അവരുടെ സൗഹൃദമാണ്. സൗഹൃദം പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതിനെ അപ്പോൾ ഒരു കാലങ്ങൾക്ക് പിന്നെ സഞ്ചരിക്കുന്നത്, നമ്മളിപ്പോൾ യുവത്വം ഉണ്ട് എന്ന് വിചാരിച്ചതുകൊണ്ട് കാലത്തിനൊപ്പമോ കാലത്തിന് മുന്നേ സഞ്ചരിക്കണമെന്നില്ല, നിർബന്ധമില്ല. യുവത്വം ഉണ്ട് എന്നതുകൊണ്ട് അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. യുവത്വം ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ഒരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ മനോഭാവത്തിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ, പണ്ടൊരിക്കലും ഒരാൾ ബസ്സിൽ കയറി. അപ്പോൾ അയാൾ കയറുന്ന സമയത്ത് ഈ ബസ്സിൽ ആകെ ഒരു സീറ്റാണ് ഒഴിവുള്ള. ആ സീറ്റിൽ 2 പേർക്ക് ഇരിക്കാവുന്ന സീറ്റ്, അതിലൊരു സ്ത്രീ ഇരിപ്പുണ്ട്, ഒരു യുവതി ഇരിപ്പുണ്ട്, സുന്ദരിയായ ഒരു യുവതി ഇരിക്കുന്നു, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ള ഒരു യുവതി ഇരിക്കുന്നു. അപ്പോൾ അയാളിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ, സീറ്റിൽ നമ്മൾ ബസ്സിൽ കയറിയാൽ നമുക്ക് സീറ്റ് കിട്ടണം, ഇരിക്കണം. സാധാരണ ഇതിൽ പക്ഷേ ഈ പറഞ്ഞ കണക്ക് ആൺകുട്ടികൾക്കോ യുവാക്കൾക്കോ ആ ഒരു മടിയുണ്ട്. പെൺകുട്ടികൾ, ഈ സ്ത്രീകളാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് വന്ന് നമ്മുടെ അടുത്തൊക്കെ ഇരിക്കും. പക്ഷെ നമുക്കാണ് തിരിച്ച ആ ഒരു പേടി. അനുഭവം ഇല്ല, പക്ഷെ നമുക്ക് മനസ്സിൽ അതൊരു ഇതുണ്ടാവും. നിരവധി കേസുകൾ നമ്മൾ കാണുകയല്ലേ. തീർച്ചയായിട്ടും അതിന്റെ ഭാഗത്ത് നമുക്ക് നമ്മളൊരു യുവതിയായിട്ട് ചേർന്നിരിക്കുമ്പോൾ തന്നെ തൊടുന്നുണ്ടോ തൊടാതിരിക്കണം എന്നുള്ളൊരു ചിന്ത ഭൂരിഭാഗം ആണുങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്ന് മടിച്ചു നിന്ന് കാണും ഇയാൾ, അല്ലേ? അയാൾ അങ്ങനെ മടിച്ചു നിന്നു.
പഠിച്ചു നിന്നപ്പോൾ സ്ത്രീ പറഞ്ഞു ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാണ്. ഒരുമിച്ചിരിക്കുന്നു, യാത്ര ചെയ്യുന്നു, ബസ് മുന്നോട്ട് പോകുന്നു. ഒരു 2-3 സ്റ്റോപ്പിന് അപ്പുറത്ത് നിന്ന് ഇയാളുടെ ഭാര്യ കയറുന്നു. ഭാര്യ കയറുമ്പോൾ കാണുന്നത് ഭാര്യയുടെ സ്വന്തം ചേട്ടൻ. ആ ചേട്ടൻ വേറൊരു യുവതിയോടൊപ്പം, സുന്ദരിയായ ഒരു സ്ത്രീയോടൊപ്പം ഒരുമിച്ചിരിക്കും. രാവിലെ ടാറ്റയൊക്കെ പറഞ്ഞ് കോട്ടയം മോളെ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ചേട്ടൻ വൈകിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു പോയ ചേട്ടനാണ് ഈ സ്ത്രീയോടൊപ്പം ഇരുന്ന് യാത്ര ചെയ്യുന്നത്. അപ്പം അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല, ഇന്റർവെല്ലൊന്നുമില്ല, ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ. 4 മാസം കഴിഞ്ഞാണ് ഇയാൾ പിന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിൽ വരുന്നത്. കൈകാര്യം ചെയ്തു. ഇത് മനോഭാവത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ ഈ സ്വന്തം ഭാര്യ പോലും ചോദിച്ച കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. ആദ്യ ആക്ഷൻ പിന്നെ ഡയലോഗ്. അതെ, ഡയലോഗ്. അപ്പൊ ഇവിടെയും സംഭവിച്ച അതുപോലെയാണ്. ഇവിടെയും ഈ യുവതി ഇത് കാണുന്നു. യുവതി എന്താണ് കണ്ടതെന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. യുവതി അത് പറയുന്നില്ല. ഇത് ഈ വിമൽ ബാബു ആണ് പറഞ്ഞത്, ഞാൻ ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു എന്നുള്ളത് വിമൽ ബാബു ആണ് പറയുന്നത്. യുവതി ഇത് കാണുന്നു. യുവതി കണ്ട ഉടനെ, സാധാരണ ഇതിൽ ഇങ്ങനെ ഒരാൾക്ക് ഇപ്പോൾ ഇത് കണ്ടു, സംശയാസ്പദമായി കണ്ടു, അത് ഒരു നല്ല കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ അത്തരം സംശയാസ്പദമായി ഏതെങ്കിലും വാഹനങ്ങളോ ആളുകളെയോ കാണുവാണെങ്കിൽ ചോദ്യം ചെയ്യണം. പ്രത്യേകിച്ചും പല ഇടപാടുകൾ നടക്കുന്ന ഒരു കാലമാണ്. അതെ, പക്ഷെ അത് ചോദ്യം ചെയ്യുമ്പോഴും ചില രീതികളുണ്ട്. അതെ, ആ രീതിയാണ് പ്രധാനം. അപ്പൊ നേരെ പോയിട്ട് വേറൊരാളെ വിളിച്ചുകൊണ്ട് വരുന്നു. അയാൾ ഈ വന്ന പാടെ മൊബൈൽ ഓണാക്കി വീഡിയോ പിടിച്ചു തുടങ്ങുന്നു. അയാൾക്ക് ഇത് കാഴ്ച കണ്ടപ്പോഴത്തേക്കുള്ള അങ്ങനെ വീഡിയോ പിടിച്ചു തുടങ്ങുന്നു. നാട്ടിലെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല റീച്ച് ആയിരിക്കും. എന്നിട്ട് കാറിന്റെ ഡോറിന് തട്ടി. അപ്പൊ ഇയാളിത് കാറിനകത്ത് ഇരുന്നുകൊണ്ട് വിമൽ ബാബു ഇത് കാണുന്നുണ്ട്. അയാൾ ഡോർ തുറന്ന് എന്താ സംഭവം, എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പോഴാണ് ഈ യുവതി പറയുന്നത്, നിങ്ങൾ ഇതിനകത്ത് ചെയ്തത് ഞങ്ങൾ കണ്ടു. അപ്പൊ കുറെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അത് പ്രശ്നമാക്കുകയാണ്. എന്തോ അരുതാത്തത് സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ഇയാളും പറയുന്നുണ്ട്, ഇത് എൻ്റെ ഭാര്യയാണ്, ഞാൻ ഭർത്താവാണ്, ഞങ്ങളിങ്ങനെ ക്ഷീണം കൊണ്ട് ഇവിടെ കാറ് നിർത്തി വിശ്രമിക്കുകയായിരുന്നു. പക്ഷെ ഇതൊന്നും ആ യുവതി ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. അയാൾ ആശുപത്രിയിൽ പോയതിന്റെ രേഖകൾ കാണിക്കുന്നുണ്ട്, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ യുവതി അത് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയില് ഈ ഒരു വിമൽ ബാബുവിന്റെ ഭാര്യ ഇറങ്ങി ഇത് കണക്ക് ആ ഒരു അയൽപക്കത്തുള്ള ആരെ വിളിച്ചുകൂട്ടി എന്ന് പറയുന്നുണ്ടല്ലോ, അയാളോട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ്, അതിന്റെ കടലാസ കാണിക്കുന്നുണ്ട്, എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയതെന്നൊക്കെ അടക്കം. അപ്പൊ അവര് വന്ന് ചോദിച്ചത് മാന്യമായിട്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞേനെ. പക്ഷെ തുടക്കത്തിൽ അവർ വളരെ റൂഡായിട്ട് മോശം ഭാഷയിലുമാണ് സംസാരിച്ചതെന്ന് ഈ ഭാര്യയും പറയുന്നുണ്ട്. ഈ സദാചാരക്കാരുടെ ഒരു രീതി അതാണല്ലോ. മാന്യമായി ഇടപെടുന്ന ആളുകളും സദാചാര ഗുണ്ടായുസം കാണിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇയാള് പുറത്ത് വയ്ക്കുന്ന ആളെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ എന്താണ് കണ്ടത് അത് പറയുന്നില്ല. അപ്പോൾ അയാൾക്ക് മനസ്സിലായത് ഒരു കെണിയാണ്, ഇതിനകത്ത് വീണുപോയാൽ പ്രശ്നമാവും. ഈ വീഡിയോ അയാൾ പിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് തെറ്റിദ്ധരിക്കില്ലേ? അല്ലെങ്കിൽ ആ ഒരു യുവതി പറഞ്ഞ വേർഷൻ മാത്രം നമ്മൾ കേൾക്കേണ്ടി വന്നേനെ. സത്യമാണെന്ന് വിചാരിച്ചേനെ. കാരണം ഇയാളുടെ കയ്യിൽ തെളിവില്ലല്ലോ. അപ്പൊ അയാളുടെ മൊബൈൽ ഓണാക്കി വീഡിയോ പിടിച്ചു. അപ്പോൾ ആ യുവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് കണ്ടത്? അത് പറയുന്നില്ല. ഞാൻ കണ്ടു മോനെ നിങ്ങളിവിടെ. അപ്പൊ ഇത് അയാള് വീഡിയോ പിടിച്ചത് കൊണ്ട് അയാൾക്ക് അവിടെ നിൽക്കാം. വേറെ കാര്യം കൂടെ, അയാളുടെ ഭാര്യയ്ക്ക് പകരം ഇനിയിപ്പോ അയാൾ ഏതെങ്കിലും ഇപ്പൊ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളുമായിട്ട് പോകുന്ന വഴിയാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് അയാൾക്ക് ശാരീരിക അവശത ഉണ്ടായി, അയാൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ സുഹൃത്തിനും പോകേണ്ടി വരത്തില്ലേ? അപ്പൊ തിരികെ വരുമ്പോൾ സുഹൃത്തിനൊപ്പമാണ്. അപ്പൊ മടിയിൽ എന്തായാലും കിടക്കത്തില്ല, ഭാര്യ ആയതുകൊണ്ട് മടിയിൽ കിടന്നു. അപ്പൊ ക്ഷീണം തോന്നുന്നു, കാർ അവിടെ ഈ പർട്ടിക്കുലർ സ്പോട്ടിൽ തന്നെ കൊണ്ട് നിർത്തുന്നു. അവർ വിശ്രമിക്കുന്നു. ഇപ്പുറത്തിരിക്കുന്ന ഓഫീസിലെ സ്റ്റാഫ് പിന്നെ കൂടെ ജോലി ചെയ്യുന്ന യുവതിയോ അല്ലെങ്കിൽ സുഹൃത്തോ ആണെങ്കിൽ ഈ കഥ മാറില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ കുടുംബം തന്നെ തകർന്നു പോകും. അപ്പൊ നമ്മള് ഈ യുവതി മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ യുവതിയെ പോലെയോ ഈ സദാചാര ഗുണ്ടായുസം കാണിക്കുന്ന ആളുകൾ ഇതൊരു തെറ്റാണ്. അതായത് ഒരാളുടെയും പ്രൈവസിലേക്ക് നമുക്ക് കടന്നു കയറാൻ അനുവാദമില്ല. അങ്ങനെ ധരിക്കാൻ പാടില്ല. ഇങ്ങനെ ഞാൻ ചെയ്ത ഒരു ധീരകൃത്യമാണ്, ഞാൻ സമൂഹത്തിന് വേണ്ടി ഒരു മഹത്തായ കാര്യം ചെയ്തിരിക്കുന്നു, അവര് ഭാര്യയും ഭർത്താവുമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു മാപ്പ് പറഞ്ഞ സോറി എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ്, അത്രയേ ഉള്ളൂ കാര്യം. ഇയാൾ ഇട്ടേക്കുന്ന ഒരു വളരെ ലെങ്ത് ഉള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ പറയുന്നുണ്ട്, എനിക്ക് 2-3 വയസ്സുള്ള ഒരു മകൻ ഇല്ലാതെ ഇങ്ങനെ സമൂഹത്തിലേക്കൊക്കെ ഇറങ്ങേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അത് പുള്ളിയുടെ മാത്രം കാര്യമല്ല, മറ്റുള്ളവരുടെ കൂടെ കാര്യമായിട്ട്
പറയുകയാണ്. അതായത് തെളിയിക്കേണ്ടി വരികയാണ്, തന്റെ കൂടെ ഉള്ളത് ഭാര്യയാണ്, തെളിയിക്കേണ്ടി വരികയാണ്. അല്ലെങ്കിൽ അവര് പറയുന്നത് തങ്ങളുടെ വീട്ടുമുറ്റത്തിട്ടു, വീട്ടിനടുത്തിട്ടു എന്നൊക്കെയാണ്. പക്ഷെ വീഡിയോയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം റോഡിലാണ്, റോഡിൽ മറ്റു വാഹനങ്ങൾ പോകാൻ പറ്റുന്ന രീതിയിൽ വാഹനം ഒതുക്കിയിട്ടിരിക്കുകയാണ്. വരുമ്പോ നമ്മള് ആ സ്പോട്ടിൽ അവിടെ ഞങ്ങള് പണ്ട് തെങ്കാശി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അറിയാം, തമിഴ്നാട്ടിൽ ചെങ്കോട്ട കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തെങ്കാശി. അപ്പൊ നമുക്ക് കുറച്ച് സമയമുള്ളല്ലോ പോയി വരാൻ. അപ്പൊ അവിടെ പള്ളിയുണ്ട്, വളരെ പ്രശസ്തമായ പള്ളിയാണ്. ഞങ്ങള് കൂട്ടുകാരെല്ലാം കൂടെ നമുക്ക് അവിടെ പോവാം എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അന്ന് ഈ കുണ്ട്രയിൽ നിന്ന് 1 മണിക്കൂർ ട്രെയിൻ ഉണ്ട്. അപ്പൊ ആ ട്രെയിനിൽ പോവാം. ചെന്നപ്പോഴത്തേക്ക് ട്രെയിൻ അവിടെ നിന്ന് എടുത്തു. അപ്പോൾ ഒരു കാറുണ്ട്, നമ്മുടെ ഒരു ബന്ധു തന്നെ പയ്യനാണ് കാർ ഓടിക്കുന്നത്. അപ്പൊ അവനോട് പറഞ്ഞു വണ്ടി പോട്ടെ, കൊട്ടാരക്കരയിട്ട് പിടിക്കാം. അങ്ങനെ അങ്ങോട്ട് വണ്ടി പോകുന്നു. വണ്ടി പോട്ടെ ചെന്നൈക്ക് എന്ന് പറഞ്ഞ പോലെ വണ്ടി നേരെ കൊട്ടാരക്കര പിടിക്കാൻ പോകുന്നു. കൊട്ടാരക്കര ചെന്നപ്പോൾ അവിടെ നിന്നും പോയി. അപ്പൊ പറഞ്ഞു നമുക്ക് പുല്ലൂരിട്ട് പിടിക്കാം. പുല്ലൂർ ചെന്നപ്പോൾ അവിടെ പിന്നെ പുല്ലൂർ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറിയാൽ മതി, എന്നാൽ പിന്നെ വണ്ടി അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ പോയി. തെങ്കാശിയിലൊക്കെ പോയി, അവിടെ പോയി പള്ളിയിലൊക്കെ കണ്ടു. തിരിച്ചു വരുന്ന രാത്രിയാണ് വരുന്നത്. തിരിച്ചു വരുമ്പോൾ ഞങ്ങളെല്ലാം ഉറക്കമാണ്. അപ്പൊ ഈ വണ്ടി ഓടിക്കുന്ന പയ്യൻ പറയുന്നുണ്ട് ചില അസ്വസ്ഥതകൾ എനിക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളത് കാര്യമാക്കുന്നില്ല, ബാക്കി എല്ലാവരും ഉറങ്ങുന്നു. ഒരാൾ മാത്രം ഉറങ്ങിയില്ല. നമുക്ക് ആ വഴി പോകുന്ന ചെങ്കോട്ട വഴി പോകുന്ന ആളുകൾക്കറിയാം, തെന്മല കഴിഞ്ഞ അങ്ങോട്ട് ചില ഭാഗങ്ങളിൽ വലിയ അഗാധമായ കൊക്കയുണ്ട് റോഡിന്റെ സൈഡിൽ. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈ ബാക്കിയെല്ലാം നമ്മളെല്ലാം ഉറക്കമാണ്. ഡ്രൈവറുടെ പേര് വിളിച്ചുകൊണ്ട് ഉറങ്ങാതിരുന്ന ആൾ ഉറക്ക പേര് വിളിച്ച് ബഹളം ഉണ്ടാക്കുന്നു. അവ ഉറങ്ങാതിരുന്നോണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു ജീവനോട്. കാരണം ഈ കൊക്കയുടെ തൊട്ടടുത്ത് നിന്ന് വണ്ടി നിൽക്കുക, ചവിട്ടി നിർത്തി, ഇല്ലെങ്കിൽ അതിനകത്തോട്ട് വീഴുക. വണ്ടി വാഹനം ഓടിച്ച ആള് ഒരു സെക്കൻഡ് ഉറങ്ങിപ്പോയി. പിന്നെ അയാളെ പിന്നെ വണ്ടി അവിടെ തൊട്ടപ്പുറത്ത് നിർത്തി ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു, സോഡയൊക്കെ വാങ്ങിച്ചു, മുഖമൊക്കെ കഴുകി അതൊന്ന് ഫ്രഷായി. അങ്ങനെയാണ് പിന്നെ വണ്ടി എടുക്കുന്നത്. അപ്പം നമ്മള് ക്ഷീണം തോന്നുമ്പോൾ ഇതിപ്പോ ഇന്നാരുടെ വീടാണ് അതുകൊണ്ട് ഇവിടെ നിർത്തിക്കൂടാ എന്നൊന്നും ചിന്തയില്ല. കിട്ടുന്ന സ്ഥലത്ത് തളർച്ച തോന്നുമ്പോൾ വണ്ടി നമ്മുടെയും ചിലപ്പോൾ മറ്റുള്ളവരുടെ ജീവന് കൂടി ആപത്താകുന്ന സിറ്റുവേഷൻ വന്നേക്കാം. അപ്പൊ ഈ യുവതി ചെയ്തത് യുവതിയുടെ അനുവാദമില്ലാതെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട് സൈബർ സെല്ലിന് കേസ് കൊടുത്തിട്ടുണ്ട്. ഈ വിമൽ ബാബുവും കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ഇത് പരിഹാരം ഉണ്ടാക്കാനുള്ള സമവായം ഉണ്ടാക്കാൻ ഗുണ്ടായിസത്തിന് വിമൽ ബാബു കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റേ പെൺകുട്ടി വീഡിയോ അനുവാദമില്ലാതെ പകർത്തി എന്ന് പറയുമ്പോൾ ആ ദൃശ്യം ഉള്ളത് കൊണ്ടാണെന്ന് നമുക്ക് പോലും ഈ വിമൽ ബാബുവിനെ അനുകൂലമായിട്ട് പറയാൻ പറ്റും. രണ്ടു വശങ്ങളും കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ യുവതി പറഞ്ഞത് മാത്രമാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. എപ്പോഴും അങ്ങനെയാണല്ലോ. ഒരാൾ ആദ്യം പറയുന്ന ആളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുള്ള ഒന്ന് മാത്രമേ നമ്മൾ ഇപ്പൊ 2 അയൽക്കാർ തമ്മിൽ ശത്രുതയിലാണെങ്കിൽ നമ്മൾ ആദ്യം ഏത് വീട്ടിലാണോ ചെല്ലുന്നത് അവര് കുറെ കാര്യങ്ങൾ നമ്മളോട് പറയും. അപ്പൊ നമ്മുടെ മനസ്സിൽ അതായിരിക്കും ആദ്യം. യഥാർത്ഥത്തിൽ അവരാണ് കുഴപ്പക്കാര്. ഇപ്പുറത്ത് ചെല്ലുമ്പോൾ ഇവരൊന്നും പറയണമെന്നില്ല. ഈ ദ്രോഹം മറ്റവര് ദ്രോഹിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ കുറിച്ച് കുറ്റം പറയണമെന്നില്ല. സൈലന്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എന്താണോ കയറുന്നത് അതിങ്ങനെ നമ്മുടെ മനസ്സിൽ കിടക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും യോജിക്കുന്നതല്ല. അത് മാത്രമല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആലോചിക്കണം. ഇതിനൊക്കെ എന്തൊക്കെ മാർഗമുണ്ട്. അവർക്ക് പരസ്പരം സംസാരിച്ച് ചേട്ടാ എന്താ ഇവിടെ കിടക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്തിനാ വണ്ടി ഇട്ടിരിക്കുന്നതെന്നോ പോട്ടെ, ഒന്നും വേണ്ട, ഇങ്ങനെ കണ്ടു എന്ന് വിചാരിക്കുക, പോലീസിൽ അറിയിക്കാം. അത് മാന്യമായി ഡീൽ ചെയ്യുന്ന തരത്തിലേക്ക് ചെയ്യാമല്ലോ. അപ്പൊ അതൊന്നും ചെയ്യുന്നതിന് പകരം വേറൊരാളെ, അപ്പൊ ഇത് നേരത്തെയും ഇയാൾ ഈ മൊബൈലിലൊക്കെ പകർത്തി ശീലമുള്ള ആളായതുകൊണ്ടാണല്ലോ ഇയാളുണ്ടെങ്കിൽ ക്യാമറയായിട്ട് വരും. അല്ലെങ്കിൽ പിന്നെ അയാൾ അതിന് വരേണ്ട കാര്യമില്ല. അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീട്ടിലെ ജനലിനകത്തൂടെ ഞാൻ കണ്ടു എന്നാ പറഞ്ഞത്. അപ്പൊ അവിടുന്ന് അത് കണ്ടിട്ടാണ്, ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് ഓടി വന്ന് ചോദിക്കാൻ ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പൊ അതൊരു സദാചാര ആക്രമണം തന്നെയാണ്. ഒരാളെ പോലും, ഇനി ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ പോലും ആരുടെയും സ്വകാര്യതയിലേക്ക് നമുക്ക് കടന്നു കയറാനുള്ള അവകാശമില്ല. നിയമം അത് അനുശാസിക്കുന്നില്ല. നിയമപരമായി അത് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഒരാളുടെയും സ്വകാര്യതയിൽ നമുക്ക് കയറാൻ അവര് പക്ഷെ അനാശാസ്യമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണത് പ്രശ്നമാകുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ ഈ യുവതിക്ക് പറ്റാതെ പോയി. തെറ്റ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ആ യുവതിക്ക് കഴിയുന്നില്ല. എനിക്കൊന്ന് ഏറ്റവും ഒടുവിൽ ഇയാള് പറയുന്നുണ്ട്, പൊതുവായിട്ട് പരസ്യമായിട്ട് മാപ്പ് പറയണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ കണ്ടീഷൻ. അതിലും ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്, മാനസികമായ ബുദ്ധിമുട്ടുണ്ടാവുന്നെങ്കിൽ അത് എഴുതി തന്നാൽ മതി, എനിക്ക് മറ്റു പരാതികളില്ല. അതിന് പോലും പക്ഷേ യുവതി തയ്യാറായില്ലെന്ന് തോന്നുന്നു അല്ലേ? പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവരവിടെ പറഞ്ഞ കാര്യം ഇയാള് പോസ്റ്റ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണം. അയാൾ പറഞ്ഞു ഡിലീറ്റ് ചെയ്യാം, പക്ഷെ ഈ യുവതി മാപ്പ് പറയണം. മാപ്പ് പറയാൻ തയ്യാറാകുന്നില്ല. പരസ്യമായി മാപ്പ് പറയാൻ വേണ്ട, പരസ്യമായി മാപ്പ് പറയണ്ട, പക്ഷെ
ഒരു പേപ്പറിൽ എഴുതി തരണം, തെറ്റാണ് പറ്റിയത് എന്ന് പറഞ്ഞിട്ട്, ഇനി മറ്റു പരാതികളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് എഴുതി തരണം. എഴുതി തന്നാൽ അയാളത് അത് മാത്രം അപ്പൊ പറഞ്ഞു അത് മാത്രം പോരാ, ഈ ബാക്കിയുള്ള യൂട്യൂബേഴ്സൊക്കെ ഇത് കണ്ടന്റ് ആക്കി ചെയ്തിട്ടുണ്ടോ, അവരും ഇത് ഡിലീറ്റ് ചെയ്യണം. അതങ്ങനെ നടക്കും. അതൊക്കെ അവര് കണ്ടന്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഇയാള് പറഞ്ഞാൽ അവർ ഡിലീറ്റ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പൊ അത് നടക്കുന്ന കാര്യമല്ല. അപ്പം ഇങ്ങനെ നമ്മൾ ചാടി പുറപ്പെടുമ്പോൾ ഒരു ആവേശത്തിനൊക്കെ എടുത്ത് ചാടുമ്പോൾ നമ്മൾ അതിന് വീണ്ടും പലരും വന്ന് കമന്റ് ചെയ്യുമ്പോഴത്തേക്ക് വിമൽ ബാബു പറയുന്നുണ്ട്, ആ യുവതിക്ക് സപ്പോർട്ടായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്, അവരൊരു സ്ത്രീയാണ്, അത് നിങ്ങൾ പരിഗണിക്കണമായിരുന്നു, അവരുടെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചത് ശരിയായില്ല എന്ന്. അപ്പോൾ ഇയാൾ പറയുന്ന ഒരു വേർഷൻ വളരെ കറക്റ്റാണ്. എൻ്റെ ഭാര്യയുടെ മാനസികാവസ്ഥയും കൂടെ നിങ്ങൾ ചിന്തിക്കണം. അതെ, അവർക്ക് എത്ര വലിയ ഒരു ആഘാതം ഉണ്ടായി കാണും എന്നുള്ള കാര്യം എനിക്കറിയൂ എന്നുള്ള കാര്യമൊക്കെ വിമൽ ബാബു പറയുന്നുണ്ട്. അതെ, അല്ലെങ്കിൽ തന്നെ ഏത് ഭാര്യയും ഭർത്താവാണ് വണ്ടി എടുത്തുകൊണ്ട് നട റോഡിൽ പോയി ഇത്തരം കാര്യങ്ങൾ, സ്പേസ് ഉണ്ടല്ലോ അവർക്ക്, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഉല്ലാസ കേന്ദ്രങ്ങളിൽ പോകാം. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് സാധാരണ ഇതിൽ കാമുകന്മാരാണ് സ്ഥലമില്ലാതെ ഇങ്ങനെ പോകുന്നത്, കാറിലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഒരു ഭാര്യയും ഭർത്താവ് അങ്ങനെ ചെയ്യില്ല. അപ്പൊ അവർക്ക് അവരുടെ ഒരു ഗതികേട് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതെന്റെ ഭാര്യയാണെന്നും ഇതെന്റെ ഭർത്താവാണെന്നും തെളിയിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് അവർക്കുണ്ട്. അതേസമയം ഈ യുവതി പറ്റിപ്പോയതാണ്, അബദ്ധം പറ്റിപ്പോയതാണ്. അല്ലാതെ ആ യുവതിയെ നമ്മൾ കുറ്റം പറയുന്നതല്ല, അബദ്ധം പറ്റിപ്പോയി, ഒരു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായി, അബദ്ധം പറ്റി. അപ്പൊ അതിന് മാപ്പ് പറഞ്ഞ അവിടെ വെച്ച് തന്നെ എനിക്ക് സോറി എന്ന് പറഞ്ഞാൽ, അതാണല്ലോ സോറി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുന്ന ഒരു വാക്കിന്റെ മൂല്യം എന്ന് പറയുന്നത്. വളരെ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ചില സമയത്ത് നമുക്ക് ആ ഒരു വാക്ക് കൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ അത് പറയാൻ നമ്മുടെ ഈഗോ അനുവദിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ കലങ്ങി തിരിഞ്ഞ് തെളിയട്ടെ, തീരട്ടെ. തീർച്ചയായിട്ടും.